ഫ്ളാറ്റിൽ പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ. ന്യൂസിലൂടെ എടുത്തു കാണിക്കുന്ന മെയിൻ വാർത്തയും ചിത്രവും കൂടെ ആയതും അശോകനും ആദിയും ഞെട്ടലോടെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റുപോയി. പോലീസിന്റെ അകമ്പടിയോടെ കൊണ്ടുപോകുന്ന വെള്ള പുതപ്പിച്ച ശരീരം, അതിനു മുകളിലായി ചാന്ദിനിയുടെ ചിത്രവും. ആദി! വിറയൽ കാരണം അശോകന്റെ ശബ്ദം പുറത്തേക്ക് പോലും വരുന്നുണ്ടായിരുന്നില്ല. അങ്കിൾ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. ഇനിയും ഇവിടെ നിൽക്കുന്നത് റിസ്ക് ആണ്. ചാന്ദിനിയുടെ പെട്ടെന്നുള്ള മരണം നിസ്സാരമായി തള്ളിക്കളയണ്ട. ഇതിന് പിന്നിൽ ത്രിലോക് തന്നെയാ, എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. അവളിൽ നിന്ന് നമ്മുടെ പേരെങ്ങാനും അവൻ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഭയക്കണം. അടുത്ത മരണം നമ്മുടേതാണ്. എന്റെ ആദി, നീ ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടെ ഇങ്ങനെ പേടിപ്പിക്കാതെ. നമുക്കൊന്നും വരില്ല. ഇത്രയൊക്കെ ആയിട്ടും ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി ഇരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെങ്കിൽ അബി ഇന്ന് പറഞ്ഞതും സത്യമാണെന്ന് ഉള്ളതിന്റെ തെളിവാണ് ചാന്ദിനിയുടെ മരണം. ആദി നിന്ന് ദേഷ്യത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദി, മണിക്കൂറുകൾ കഴിഞ്ഞാൽ എൻ്റെ മകളുടെ വിവാഹമാണ്. അതുപോലും കണക്കിലെടുക്കാതെ ഞാൻ എങ്ങോട്ട് ഓടി ഒളിക്കാനാണ് ഈ നിമിഷം? ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഭയമാണെങ്കിൽ നീ പൊയ്ക്കോ, എങ്ങോട്ടാണെന്ന് വെച്ചാൽ. എന്തായാലും ഒരു ഭീരുവിനെ പോലെ മാളത്തിൽ ഒളിക്കാൻ ഞാനില്ല. സ്വന്തം ജീവനിൽ ഭയം വേട്ടയാടുന്നുണ്ട് എങ്കിലും അതിനേക്കാളൊക്കെ ഉപരി അയാൾ അപ്പോൾ പ്രാധാന്യം കൊടുത്തത് നാളെ നടക്കാനിരിക്കുന്ന തൻ്റെ മകളുടെ വിവാഹമായിരുന്നു. ശരി, അങ്കിളിൻ്റെ വിശ്വാസം അങ്കിളിനെ രക്ഷിക്കട്ടെ. ഇവിടെ നിന്ന് പണി ഇരന്നു വാങ്ങാൻ എന്തായാലും ഞാനില്ല. ബായ്. ആദി അവസാന വാക്കും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. നീ ഇതെങ്ങോട്ടാ? കയ്യിൽ ഒരു ബാഗും പിടിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സുചിത്രയെ കണ്ട് അശോകൻ ഒരമ്പരപ്പോടെ ചോദിച്ചു. എന്നാൽ അവർ അതിന് മറുപടി പറയാതെ തൻ്റെ കഴുത്തിൽ കിടന്ന താലി അഴിച്ച് അശോകൻ നിന്ന ഇടത്തെ ടേബിളിലായി വെച്ചു. സുജി, നീ എന്ത് തോന്നിയാസാണ് ഈ കാണിക്കുന്നത്? ഒരു വേള അവരുടെ ആ പ്രവൃത്തിയിൽ അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ഞാൻ ഈ ചെയ്യുന്നത് തോന്നിയാസമാണെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ എന്നോടും എൻ്റെ മകനോടും ചെയ്തതിന് ഞാൻ എന്ത് പേരിട്ട് വിളിക്കണം? പുറമേ സ്നേഹം നടിച്ച് ഉള്ളിൽ ക്രൂരത ചെയ്യുന്ന നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇനി എനിക്ക് കഴിയില്ല. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് കരുതി ജീവിച്ച ഞാനാണ് മണ്ടി. നിങ്ങൾക്ക് നിങ്ങളോടും നിങ്ങളുടെ മക്കളോടുമല്ലാതെ മറ്റാരോടും സ്നേഹമില്ല. ഇനിയും പലതും സഹിച്ച് നിങ്ങളോടൊപ്പം കഴിയാൻ ഞാൻ നൊന്തുപറ്റ എൻ്റെ മകന് ആരുമില്ലാതെ പോവും. മതി, എല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സുചിത്ര. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ വകവയ്ക്കാതെ അവർ ബാഗുമെടുത്ത് മുന്നോട്ട് നടന്നു. സുജി, ഈ നിമിഷം നീയും കൂടെ എന്നെ വിട്ടു പോകരുത്. നാളെ നമ്മുടെ മകളുടെ വിവാഹമാണ്. അതുപോലും ഓർമ്മയില്ലേ നിനക്ക്? അശോകൻ മുന്നോട്ട് വന്ന് അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തുമ്പോൾ അവർ ദേഷ്യത്തിൽ അയാളുടെ കൈകളെ തട്ടിയെറിഞ്ഞുകൊണ്ട് ചീറി. അച്ഛൻ്റെ മാത്രം വാക്കുകേട്ട് തുള്ളുന്ന മകൾക്ക് ഞാനില്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം ഒരുപോലെ തന്നെയാ. പക്ഷേ എൻ്റെ മകൻ്റെ ഒപ്പം അവൻ്റെ അമ്മയായ ഞാൻ വേണ്ട നിമിഷമാണ് ഇനി അങ്ങോട്ട്. അവനല്ലാതെ എനിക്ക് മുന്നിൽ ഇനി മറ്റൊന്നുമില്ല. ഓഹോ, അപ്പോൾ എല്ലാം അവസാനിപ്പിച്ച് പോകുക നീ? അതെ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഈ സുചിത്ര ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ പങ്ക് പറ്റാൻ എനിക്ക് സൗകര്യമില്ല. കണ്ണുകൾ രണ്ടും വാശിയോടെ തുടച്ചു നീക്കി അവർ ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ ഇത്രയും നാൾ തൻ്റെ ജീവിതത്തിനേറ്റ മുറിവുകൾ ഒരു തിരശീല പോലെ കടന്നുപോയിക്കൊണ്ടിരുന്നു. നന്ദു, നീ മോളെ പിടിക്ക്, ഞങ്ങളിപ്പോൾ വരാം. ഒരുപാട് നേരത്തെ കൊഞ്ചിക്കലൊക്കെ കഴിഞ്ഞ് കാർത്തി കുഞ്ഞിനെ ത്രിലോകിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവർ മൂവരും പുറത്തേക്കിറങ്ങി. റൂമിലെത്തിയ നേരം മുതൽ കണ്ണുമിഴിപ്പിച്ച് ഒരേ കിടപ്പാണ് ആശാത്തി. ത്രിലോക് ആ കുഞ്ഞിക്കൈയിൽ പിടിച്ച് മെല്ലെ ഒന്ന് ചുംബിച്ചു. ശിവയുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. ഈ ജന്മം തനിക്ക് ഇങ്ങനൊരു ഭാഗ്യം ഈശ്വരൻ തരുമെന്ന് കരുതിയതല്ല. നന്ദേട്ടാ. ഇടർച്ചയോടെയുള്ള അവളുടെ വിളിയിൽ ത്രിലോകൻ കുഞ്ഞിൻ്റെ മേൽ നിന്ന് കണ്ണുകൾ അവളിലേക്ക് മാറ്റി. എനിക്കൊന്നും അറിയില്ലായിരുന്നു. തെറ്റ് പൂർണ്ണമായും എൻ്റെ ഭാഗത്ത് തന്നെയാ. ഒരിക്കൽ പോലും നന്ദേട്ടനെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല. പക്ഷേ അത് മനഃപൂർവ്വമായിരുന്നില്ല. ഞാൻ വേണ്ട ശിവ, കഴിഞ്ഞു പോയതിനെപ്പറ്റി ഇനി നമുക്കിടയിൽ ഒരു സംസാരം വേണ്ട. ആ കനത്ത ശബ്ദത്തിൽ പിന്നെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല ശിവയ്ക്ക്. ത്രിലോക്. വെപ്രാളത്തോടെ അകത്തേക്ക് കയറി വന്ന കാർത്തിയെ കണ്ട് ത്രിലോക് സംശയത്തോടെ നോക്കി. ചാന്ദിനിയെ അവളുടെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു എന്ന് വാക്കുകൾ കൂട്ടിപ്പറക്കി കാർത്തി പറയാൻ ശ്രമിക്കുമ്പോൾ ശിവയിൽ ആ വാർത്ത ഞെട്ടലായി പരിണമിച്ചു. സോ വാട്ട്? ഒട്ടും പതർച്ചയില്ലാത്ത ഉറച്ച സ്വരമായിരുന്നു ത്രിലോകിൻ്റേത്. മറുപടി പറയാൻ കഴിയാതെ കാർത്തി തിരിഞ്ഞു നടക്കുമ്പോൾ ശിവയുടെ കണ്ണുകൾ അവളുടെ നന്ദേട്ടനിൽ മാത്രമായി ഉറച്ചു നിന്നു. നമ്മുടെ ജീവിതത്തിന് തടസ്സമായ ഓരോന്നും നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും ശിവ. ശിവയിലേക്ക് മിഴികൾ പായിച്ചവൻ പറയുമ്പോൾ ചുവപ്പ് പടർന്ന ആ കണ്ണുകൾ അവളെ അത്രമേൽ ഭയപ്പെടുത്തി. എന്നാൽ അപ്പോഴും മണിക്കൂറുകൾക്ക് മുന്നേ ജന്മം കൊണ്ട തൻ്റെ രക്തത്തെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. രണ്ടാൾക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. 1 വീക്ക് കഴിഞ്ഞ് രണ്ടാൾക്കും ചെക്കപ്പ് ഉണ്ടാവും. ഇനി അന്ന് കൊണ്ടുവന്നാൽ മതിയാകും. ഓക്കെ ഡോക്ടർ. ശിവയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ സീതാലക്ഷ്മി പുറത്തേക്ക് പോയി. നന്ദേട്ടാ. ത്രിലോക് അവളെ ഒന്ന് നോക്കി. എന്താ ശിവ? അത് പിന്നെ അമ്മ. പകുതി വഴിയിൽ അവൾ നിർത്തുമ്പോൾ ത്രിലോക് കാര്യം മനസ്സിലാകാത്തതുപോലെ കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി.
അടഞ്ഞുകിടന്ന വാതിൽ ആരോ തുറക്കുന്നതായി തോന്നിയതും ത്രിലോക് ശിവയിൽ നിന്ന് കണ്ണുകൾ മാറ്റി തിരിഞ്ഞൊന്നു നോക്കി. അകത്തേക്ക് വരുന്ന തൻ്റെ അമ്മയെ കണ്ട് ത്രിലോകിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല എങ്കിലും ശിവയുടെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു. സ്വന്തം മകന് കുഞ്ഞുണ്ടായത് മറ്റൊരാൾ പറഞ്ഞു വേണം ഈ അമ്മ അറിയാനല്ലേ നന്ദൂട്ടാ? തൻ്റെ മകൻ്റെ നേർക്ക് നിന്നുകൊണ്ടുള്ള സുചിത്രയുടെ ആ ചോദ്യത്തിനു മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ത്രിലോകിന്. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ ശിവയ്ക്കരികിലായി വന്നു. ഞാനൊന്ന് എടുക്കട്ടെ എൻ്റെ കുഞ്ഞിനെ. വല്ലാത്തൊരു പകപ്പും ഞെട്ടലുമായിരുന്നു ശിവയുടെ മുഖത്ത് നിറഞ്ഞത്. അവളുടെ നിറയുന്ന കണ്ണുകൾ കണ്ട് വാത്സല്യപൂർവ്വം ആ നെറുകയിൽ മെല്ലെ തലോടിക്കൊണ്ട് അവർ അവൾക്കരികിൽ കിടന്ന കുഞ്ഞിനെ വാരിയെടുത്തു. തൻ്റെ മകൻ്റെ കുഞ്ഞ്, അതെ, തൻ്റെ രക്തം. സുചിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവർ വിതുമ്പലടക്കി. ആ നെറുകയിൽ ചുണ്ടമർത്തുമ്പോൾ വല്ലാത്തൊരു നിർവൃതി തന്നെ വന്ന് പൊതിയുന്നതായി തോന്നി അവർക്ക്. ഏറെ നേരം ആ കുഞ്ഞുള്ള മുഖത്ത് മാത്രമായി അവരുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. ഭർത്താവിൻ്റെ അനുവാദം കിട്ടിയിട്ട് തന്നെയാണോ അമ്മ ഇവിടേക്ക് വന്നത്? പുച്ഛത്തോടെ ത്രിലോക് അത് ചോദിക്കുമ്പോൾ സുചിത്ര കുഞ്ഞിനെ തിരികെ ശിവയ്ക്കരികിലായി കിടത്തി. അനുവാദം ചോദിക്കേണ്ടി വന്നില്ല നന്ദൂട്ട എനിക്ക്. കാരണം എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണ് സുചിത്ര അവിടെ നിന്ന് ഇറങ്ങിയത്. നിന്റെ അച്ഛനുമായി ബന്ധപ്പെട്ട എല്ലാം ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു. അയാൾ എൻ്റെ കഴുത്തിൽ അണിയിച്ച താലി ഉൾപ്പെടെ. പക്ഷേ നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ മാത്രം ഈ അമ്മയ്ക്ക് കഴിയില്ല. ഞാൻ നൊന്തുപറ്റ എൻ്റെ മക്കൾ മാത്രമേ ഇന്ന് സുചിത്രയ്ക്ക് ബാക്കിയുള്ളൂ. അവരുടെ ആ വാക്കുകൾ കേൾക്കെ ത്രിലോകിൻ്റെ കണ്ണുകൾ പിടപ്പോടെ പാഞ്ഞത് അവരുടെ കഴുത്തിലേക്കാണ്. ശൂന്യമായി കിടക്കുന്ന ആ ഇടം കണ്ട് അവൻ്റെ നെഞ്ചൊന്നു പിടഞ്ഞു. മുന്നിൽ വിധവയ്ക്ക് തുല്യം നിൽക്കുന്ന തൻ്റെ അമ്മയെ ഒരു നോക്കുകൂടെ കാണാൻ കഴിയാത്തതുപോലെ അവൻ മുഖം തിരിച്ചു. ഇനിയുള്ള കാലം നിന്നോടൊപ്പം കഴിയണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. ഒരിക്കലും ആർക്കും ഒരു ശല്യമാവില്ല ഞാൻ. ബുദ്ധിമുട്ടാണെങ്കിൽ തുറന്നു പറയാൻ മടിക്കേണ്ട നീ. സുചിത്ര അത് പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ ത്രിലോക് അവർക്കരികിലായി അവരെ മുറുകെ പുണർന്നു കഴിഞ്ഞിരുന്നു. തൻ്റെ മറുപടി ഇതിലുണ്ടെന്ന് പറയാതെ പറയും പോലെ ഒരു കൈയാൽ തൻ്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് ശിവയും നിറകണ്ണുകളോടെ ആ രംഗം വീക്ഷിച്ചു. എൻ്റെ ആദി, നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത്? വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടായിരുന്നോ നിനക്ക്? പല്ലവി മുന്നിൽ നിൽക്കുന്ന ആദിയെ നോക്കി നേരിയ ഭയത്തോടെ ചോദിക്കുമ്പോൾ ആദി അവളെ പുച്ഛത്തോടെ നോക്കി. നിനക്ക് വേണ്ടിയല്ലേ പല്ലവി ഞാൻ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്? ത്രിലോകിനെയും നിന്റെ അനിയത്തെയും തല്ലി പിരിച്ചിട്ട് ഈ ആദിഷിന് പ്രത്യേകിച്ച് ഒന്നും നേടാനുണ്ടായിരുന്നില്ല. നീ ഒറ്റ ഒരാളല്ലേ എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത്. എന്നിട്ടിപ്പോൾ കാര്യത്തോട് അടുക്കുമ്പോൾ ആദി പുറത്തു പോകണം അല്ലേടി? ആദി അവൾക്ക് മുന്നിൽ നിന്ന് ചീറി. അങ്ങനെയല്ല ആദി, നീ ഇവിടെ ആണെന്നെങ്ങാനും ത്രിലോക് അറിഞ്ഞാൽ പിന്നെ എനിക്ക് കൂടെ രക്ഷ ഉണ്ടാവില്ല. വേണ്ട, അങ്ങനെ നീ മാത്രം രക്ഷപ്പെടണ്ട. നിനക്ക് വേണ്ടി ഇറങ്ങി ഞാൻ എന്താ പൊട്ടനാണോ? എന്നെ സംരക്ഷിക്കേണ്ടത് ഇപ്പോൾ നിന്റെ മാത്രം കടമയാണ്. ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ഒന്നിച്ചു തീരാം. അത് കേട്ട് പല്ലവി ഒരു വേള ആദിയെ തന്നെ തുറച്ചു നോക്കി. അപ്പോൾ എന്നെ അവൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലേ നിനക്ക്? പെട്ടെന്ന് മാറി മറിഞ്ഞ പല്ലവിയുടെ ആ ഭാവം ആദി അവളെ സംശയത്തോടെ നോക്കി. നീ എന്താടി എന്നെ പേടിപ്പിക്കുവാണോ? ഇല്ല ആദി, ഈ ജീവിതം കൊണ്ട് ഈ നിമിഷം വരെ ഒന്നും നേടിയിട്ടില്ല ഞാൻ. പക്ഷേ എൻ്റെ ജീവനെങ്കിലും എനിക്ക് വേണം. അതിന് തടസ്സം നിൽക്കുന്നവരെ എനിക്ക് ഒഴിവാക്കിയേ പറ്റൂ. അത് പറയുന്നതിൻ്റെ ഒപ്പം പിന്നിൽ ഒളിപ്പിച്ച എന്തോ ഒന്ന് ശക്തമായി മുന്നിലേക്ക് അവൾ നീക്കിയതും അത് മുൻകൂട്ടി കണ്ടതുപോലെ ആദി അതിവേഗത്തിൽ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. അപ്രതീക്ഷിതമായതിനാൽ പല്ലവി വല്ലാത്തൊരു ഞെട്ടലോടെ അവനെ നോക്കി. അവളുടെ കയ്യിലിരുന്ന ആ കത്തി പോലും വിറപൂണ്ടു. പിന്നിൽ നിന്ന് കുത്താൻ നോക്കുന്നോടി. ആദി അവളുടെ കവിളിൽ കൈവീശി ആഞ്ഞടിച്ചു. പല്ലവി അടികൊണ്ട് നിലത്തേക്ക് വീണുപോയി. അവിടെ നിന്ന് അവൻ അവളെ വലിച്ചു പൊക്കിയെടുത്തതും പല്ലവി കയ്യിലിരുന്ന കത്തി കൊണ്ട് അവൻ്റെ വയറ്റിൽ ശക്തമായി കുത്തി വലിച്ചെടുത്തു. ആദിയുടെ വേദനയിൽ കുതിർന്ന അലർച്ച അവിടെ മുഴങ്ങുമ്പോൾ പല്ലവിയുടെ കയ്യിൽ നിന്ന് ആ കത്തി വിറയലോടെ നിലത്തേക്ക് വീണു. അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ ആദിയിൽ തറഞ്ഞു നിന്നു. അവൾ പോലും പ്രതീക്ഷിക്കാതെ കടന്നു വന്നൊരു പ്രവൃത്തിയായിരുന്നു ആ നേരം അത്. വയറിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തത്തിൽ പിടഞ്ഞുകൊണ്ട് ആദി നിലത്തേക്ക് വീണ് പ്രാണനായി പിടഞ്ഞു. പല്ലവി ഇരു കൈയും ചെവിയിൽ പിടിച്ച് ഉച്ചത്തിൽ അലറി. ശിവയെയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്ത് ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നു. കാർത്തിയും നവീനും ലക്ഷ്യയും സുചിത്രയും എല്ലാവരുമുണ്ട് അവർക്കൊപ്പം. ത്രിലോകിൻ്റെ റൂമിലാണ് ശിവ എങ്കിലും അവൾക്കൊപ്പം ഇരിക്കുന്നത് സുചിത്രയാണ്. നന്ദൂട്ട, ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഫ്രഷായി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന അവനെ സുചിത്ര പിന്നിൽ നിന്ന് വിളിച്ചു. ത്രിലോക് ഒന്ന് തിരിഞ്ഞു നോക്കി. ശിവമോളെ നമുക്ക് തറവാട്ടിലേക്ക് കൊണ്ടുപോയാലോ? അമ്മയ്ക്കും അച്ഛനും നല്ല ആഗ്രഹമുണ്ട് രണ്ടാളെയും കാണാൻ. അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ. പിന്നെ മോളുടെ പ്രസവരക്ഷ ഒക്കെ അവിടെ വെച്ച് നടത്തുന്നതാണ് കൂടുതൽ നല്ലത്. എല്ലാത്തിലും അമ്മയുടെ ഒരു ശ്രദ്ധയും ഉണ്ടാവും. നീ എന്തു പറയുന്നു നന്ദൂട്ട? സുചിത്ര ചോദിച്ചത് ത്രിലോകിനോടാണെങ്കിലും അവൻ്റെ കണ്ണുകൾ ചെന്നത് ശിവയുടെ നേരെയാണ്. വിടർന്നു നിൽക്കുന്ന ആ മുഖത്തുണ്ടായിരുന്നു അവളുടെ മറുപടി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവനത് തിരിച്ചറിഞ്ഞു. നാളെ ഈവനിങ് ഫ്ലൈറ്റിൽ പോകാം. പിന്നെ അവിടെ 2 വിശേഷം കൂടെ നടക്കുന്നുണ്ട്. വിശേഷമോ? എന്ത് വിശേഷം? എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ.
സുചിത്ര സംശയത്തോടെ അവനെ നോക്കി. അമ്മയുടെ രണ്ടാമത്തെ ആങ്ങളയുടെ ഇളയ മകൻ മരിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു. ത്രിലോക് ഒരു ഭാവവ്യത്യാസമില്ലാതെ പറയുമ്പോൾ സുചിത്രയും ശിവയും ഞെട്ടലോടെയാണ് കേട്ടത്. നന്ദൂട്ടാ, ആദി? സുചിത്ര വിറയലോടെ ചോദിച്ചു. അതെ, കൊലപാതകമായിരുന്നു. കൊന്നത് മറ്റാരുമല്ല, അമ്മയുടെ മൂത്ത ആങ്ങളുടെ ഒരേ ഒരു മകൾ പല്ലവി. ഇത്തവണ ഞെട്ടലായിരുന്നില്ല, വല്ലാത്തൊരു തരം പകപ്പായിരുന്നു ഇരുവരിലും. പല്ലവി ഇന്ന് മോർണിംഗ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആദിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകിട്ടുമ്പോൾ തറവാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ. പിന്നെ അമ്മയുടെ മകളുടെ വിവാഹം മാറ്റിവെച്ചു. അവളുടെ ഭാവി വരന്റെ അനിയനാണല്ലോ മരിച്ചുപോയത്. സുചിത്ര തളർച്ചയോടെ തലയിൽ കൈതാങ്ങി ഇരുന്നു പോയി. ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ അത് കണ്ട് ത്രിലോകിന്റെ മുഖം വലിഞ്ഞു മുറുകി. നിന്റെ ആര് ചത്തിട്ടാടി പുല്ലേ നീ കിടന്ന് മോങ്ങുന്നത്? ജനിച്ചപ്പോൾ മുതൽ നിന്നെ തള്ളിക്കളഞ്ഞവർക്ക് വേണ്ടിയോ? ഇനി ഒരു തുള്ളി കണ്ണുനീർ നീ വീഴ്ത്തിയാൽ വയ്യാതെ കിടക്കുവാണെന്ന് നോക്കില്ല. ഞാൻ അടിച്ച് കരണം പോയിക്കും, പറഞ്ഞേക്കാം. ഉച്ചത്തിലുള്ള അവന്റെ ആ അലർച്ചയിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിപ്പെണ്ണ് പോലും ഞെട്ടി കരച്ചിൽ തുടങ്ങി. എന്താ നന്ദൂട്ടാ ഇത്? കുഞ്ഞിനെ കൂടെ പേടിപ്പിക്കുന്നോ നീ? സുചിത്ര ശാസനയോടെ അവരെ നോക്കി കുഞ്ഞിനെ എടുക്കാൻ പോയതും ത്രിലോക് അത് ശ്രദ്ധിക്കാതെ കുഞ്ഞിനെ പോയി എടുത്തു. ഡി, നിനക്ക് ഈ ഭൂമിയിൽ അവകാശിയായി ഇനി ഈ ത്രിലോക് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അങ്ങ് ചത്തു എന്ന് കണക്കാക്കിയാൽ മതി. നീ അമ്മ, ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മുന്നിലിരുന്ന് നീ ഇനി മോങ്ങിയാൽ. അതീവ ദേഷ്യത്തിൽ വിരൽ ചൂണ്ടി പറയുന്നവനെ കണ്ട് ശിവ പേടിയോടെ വാ പൊത്തി കരച്ചിലടക്കി. നന്ദു, മതി അവളുടെ മേലെ കുതിര കയറിയത്. നീ കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോകാൻ നോക്ക്. ഇനിയും ഇടപെട്ടില്ല എങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയ സുചിത്ര തന്നെ ത്രിലോകിനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ശേഷം ശിവയ്ക്കരികിൽ വന്നിരുന്നു. മോള് കരയണ്ട, അതൊരു കാട്ടുപോത്താണ്. ഈ ദേഷ്യമൊക്കെയേ അതിന് ഒരു വശമുള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ വരാനൊന്നും പാടില്ല. നല്ല റെസ്റ്റ് വേണ്ട സമയമാണ്. കണ്ണൊക്കെ തുടച്ചേ. സുചിത്ര തന്നെ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഞാൻ ഹീറ്റർ ഓണാക്കി വെള്ളം ചൂടാക്കി വെക്കാം. മോളൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി. തറവാട്ടിലെത്തിയിട്ട് നമുക്ക് യഥാർത്ഥ പ്രസവരക്ഷ എടുക്കാം. പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം, എന്നാലും അമ്മ പറയുക. കുറച്ചു നാളത്തേക്ക് നല്ല ശ്രദ്ധ വേണം. അത് ശാരീരികമായാലും മാനസികമായാലും. വളരെ ഗൗരവപൂർവ്വം അവൾ പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം ശിവ ശ്രദ്ധയോടെ കേട്ടിരുന്നു. മോളോടൊപ്പം ഇന്നു മുതൽ ഞാൻ കിടക്കാം. രാത്രി എഴുന്നേറ്റ് ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കാനൊക്കെ മോളെ കൊണ്ട് പറ്റില്ല. അവൻ വേറെ റൂമിൽ കിടക്കട്ടെ. ആ ചെക്കനെ നിന്റെ കൂടെ കിടത്തിയാൽ ശരിയാവില്ല. സുചിത്ര അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയതും ശിവയ്ക്ക് ചിരി വന്നു. എന്നാൽ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവളുടെ മുഖം മ്ലാനമായി. ഇതെങ്ങനെയുണ്ട് ധ്രുവേട്ടാ, നന്നായിട്ടില്ലേ? വിവാഹം അടുത്തതും വിവാഹത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയതാണ് ശ്രീലക്ഷ്മിയും കുടുംബവും. അവർക്കൊപ്പം ധ്രുവും അവന്റെ അമ്മയുമുണ്ട്. ശ്രീലക്ഷ്മിയുടെ വല്യമ്മയുടെ മകളാണ് അശ്വതി എന്ന അച്ചു. ശ്രീയേക്കാൾ 2 വയസ്സിന് ചെറുപ്പമാണ് അവൾ. ഇന്ന് ശ്രീയോടൊപ്പം അവളും ഡ്രസ്സെടുക്കാൻ വന്നിട്ടുണ്ട്. വന്ന നേരം മുതൽ ധ്രുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അവളെ വല്ലാത്തൊരു തരം അസ്വസ്ഥതയായിരുന്നു ശ്രീയിൽ. വിവാഹം ഉറപ്പിച്ചതിൽ പിന്നെ ധ്രുവിന്റെ കാര്യം പറയുമ്പോൾ തിളങ്ങുന്ന അവളുടെ മുഖവും ഒന്നിച്ചു കാണുന്ന തങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്ന അച്ചുവിന്റെ പ്രസൻസും ശ്രീക്ക് എന്തോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും ഒന്ന് പറയൂ ധ്രുവേട്ടാ, കൊള്ളാമോ ഇല്ലയോ? ഒരു സാരിയും പിടിച്ചു വെച്ച് അവനോട് അഭിപ്രായം ചോദിക്കുവാണ് അവൾ. ധ്രുവിനാണെങ്കിൽ അവളോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടാണ്. അശ്വതി, തനിക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ അത് താൻ എടുക്ക്. എന്റെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. ഉടുക്കുന്ന ആളുടെ ഇഷ്ടമല്ലേ പ്രധാനം? മുഖം കറുപ്പിക്കാതെ പറയാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ ഇഷ്ടക്കേട് ആ വാക്കുകളിൽ പോലും പ്രകടമായിരുന്നു. പെട്ടെന്ന് വല്ലാതെ വിളറിപ്പോയി അച്ചുവിന്റെ മുഖം. ധ്രുവ് അത് കണ്ടു എങ്കിലും കാണാത്ത മട്ടിൽ നിന്നു. ശ്രീ, തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ശിവയ്ക്ക് കൂടെ ഒരു സാരി എടുക്കാവോ? നമ്മുടെ വിവാഹത്തിന് അവൾ ഉണ്ടാകുമോ എന്ന് അറിയില്ല, എങ്കിലും ഒരെണ്ണം വാങ്ങണമെന്ന് അമ്മ പറഞ്ഞു. അതിനെന്താ, ഞാൻ എടുക്കാൻ ധ്രുവേട്ടാ. ശ്രീ മറുപടി പറയും മുന്നേ ചാടിക്കേറി ഉത്തരം കൊടുത്തത് അച്ചു ആയിരുന്നു. അത് വേണ്ട അശ്വതി, എന്റെ ആവശ്യങ്ങൾ നടത്തിത്തരാൻ തൽക്കാലം ശ്രീയുണ്ട് ഇവിടെ. അവൾ തന്നെ എടുത്തോളും. ഇത്തവണ അല്പം ദേഷ്യത്തിൽ തന്നെ ആയിരുന്നു അവന്റെ മറുപടി. ബില്ല് ഞാൻ പേ ചെയ്തോളാം. ശ്രീ ജസ്റ്റ് സെലക്ട് ചെയ്തു തന്നാൽ മതി. അതിന് സന്തോഷത്തോടെ തലയാട്ടി അവൾ. ധ്രുവ് അവിടെ നിന്നും പോയതും അച്ചു ശ്രീക്ക് അടുത്തേക്ക് വന്നു. പൂർവ്വകാമിക്ക് ഡ്രസ്സ് എടുക്കാൻ സ്വന്തം ഭാര്യയാകാൻ പോകുന്നവളോട് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ പോവുകയാണെങ്കിൽ ശ്രീയേച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെ അയാൾ ആ പെണ്ണിനെ സ്നേഹം കൊണ്ട് മൂടുന്നതും ചേച്ചിക്ക് കാണാം. പുച്ഛത്തോടെയുള്ള അച്ചുവിന്റെ വാക്കുകൾ കേട്ട് ശ്രീ അവളെ ഒന്ന് നോക്കി. അശ്വതി, ആ പോയ മനുഷ്യനെ എനിക്ക് നന്നായി അറിയാം. ആ കൈ കൊണ്ടൊരു താലി എന്റെ കഴുത്തിൽ വീണു കഴിഞ്ഞാൽ പിന്നെ ഈ ശ്രീലക്ഷ്മി ധ്രുവേട്ടന്റെ മനസ്സിൽ ഉണ്ടാവൂ എന്ന പൂർണ്ണ ബോധ്യമുണ്ട് എനിക്ക്. അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ ആവണ്ടാട്ടോ. അല്ല ചേച്ചി, ഞാൻ... അച്ചു വീണ്ടും എന്തോ പറഞ്ഞു തുടങ്ങിയതും ശ്രീ അവളെ കൈ ഉയർത്തി തടഞ്ഞു. നിന്റെ അസുഖം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനോടും അമ്മയോടും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനിരിക്കുക. ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട്. രൂക്ഷമായ കണ്ണുകളോടെ അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീ അവിടെ നിന്ന് പോകുമ്പോൾ സ്വയം രക്ഷ നേടാനുള്ള പദ്ധതി മെനയുകയായിരുന്നു അശ്വതി.